ഓം ശാന്തി. സ്വയം പരംപിത പരമാത്മാ ശിവബാബ പറയുന്നു, കുട്ടികളെ, ഞാൻ സർവരിലും വ്യാപകമല്ല, സർവവ്യാപിയല്ല, കേവലം സർവരുടെയും പരംപിതാവാണ്. ബാബ അവ്യക്തമൂർത്തിയാണ്, പ്രകാശ സ്വരൂപമാണ്. ബാബയുടെ ദിവ്യ സ്വരൂപം ജ്യോതിബിന്ദുവാണ്. ഈ രൂപത്തിൻ്റെ വലിയ പ്രതീകം ശിവലിംഗത്തിൻ്റെ രൂപത്തിൽ പൂജിക്കപ്പെടുന്നു. ബാബയുടെ അവിനാശി ജ്യോതിബിന്ദു രൂപത്തെ സാക്ഷാത്കാരം പോലും ചെയ്യാൻ സാധിക്കുന്നു. അതിനാൽ ബാബയെ ഓരോ കണത്തിലും, ജലത്തിലും, മണ്ണിലും, തൂണിലും, തുരുമ്പിലും വ്യാപകമാണെന്ന് പറയുന്നത് വലിയ തെറ്റാണ്. വാസ്തവത്തിൽ സൂര്യനും ചന്ദ്രനും താരാഗണത്തിൽ നിന്നും ദൂരെ ജ്യോതിലോകത്തിൽ അഥവാ ബ്രഹ്മലോകത്തിൽ പരമധാമത്തിൽ ബാബ നിവസിക്കുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, ലോഹത്തിൽ അഗ്നി കത്തിക്കുമ്പോൾ ലോഹത്തിൽ അഗ്നിയുടെ ഗുണം അനുഭവമുണ്ടാകുന്നു. അതുപോലെ ലോഹത്തിലെ അഗ്നിയുടെ സമാനം ബാബയെയും ബാബയുടെ ഗുണങ്ങളും ആനന്ദം, പ്രേമം, ശക്തി, ശാന്തി ആദി ഗുണങ്ങളുടെ അനുഭവമുണ്ടാകുന്നു. ഇന്നത്തെ മനുഷ്യ സൃഷ്ടിയിൽ സുഖത്തിനു പകരം ദുഃഖമാണ്, പവിത്രതയ്ക്ക് പകരം അപവിത്രതയാണ്, ശാന്തിക്ക് പകരം അശാന്തിയാണ്. ഇതെല്ലാം സർവവ്യാപകമാണ്. ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നു, സൃഷ്ടിയിൽ ബാബ സർവവ്യാപകനല്ല. മായ എന്നാൽ കാമം, ക്രോധം, മോഹം, അഹങ്കാരം, അസൂയ, ദേഷ്യം എന്നീ അവഗുണങ്ങളും വികാരങ്ങളും വ്യാപകമാണ്. നിരാകാരി ശിവബാബ പറയുന്നു, ഞാൻ ബ്രഹ്മലോകത്തിലെ വാസിയാണ്. അവിടെ നിന്നും ധർമ്മഗ്ലാനിയുടെ സമയം ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപന ചെയ്യാൻ ഞാൻ വന്നിരിക്കുകയാണ്. സർവർക്കും മുക്തി, ജീവൻ മുക്തിയുടെ ഈശ്വരീയ ജന്മസിദ്ധ അധികാരം നൽകുന്നു. നിരാകാർ പരമാത്മാ ശിവബാബ പറയുന്നു, എന്നെ ജ്യോതി സ്വരൂപ പരമാത്മാവിനെ സർവവ്യാപകമാണെന്ന് പറയുന്നതിലൂടെ മനുഷ്യരുടെ മനസ്സും സർവ്വതിലും അലയുന്നു. ഞാൻ ജ്യോതിബിന്ദു പരമാത്മാവിൻ്റെ കൂടെ അവരുടെ ബുദ്ധിയോഗം ഇല്ലാത്തത് കാരണം സമ്പൂർണ്ണ പവിത്രത, സുഖം, ശാന്തിയുടെ ഈശ്വരീയ സമ്പത്തിൽ നിന്നും വഞ്ചിതമായിരിക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, തങ്ങളുടെ പരംപിത പരമാത്മാവിനെ സർവവ്യാപി എന്ന് പറയുന്നത്
കണങ്ങളിലും നദിയിലും തൂണിലും തുരുമ്പിലും കല്ലിലും മുള്ളിലും ഭഗവാനാണെന്ന് പറയുന്നത് മഹാപാപമാണ്. വാസ്തവത്തിൽ ഈ ഭ്രഷ്ടമാന്യതയുടെ കാരണം ലോകത്തിൽ ഭ്രഷ്ടാചാരം വ്യാപിച്ചിരിക്കുന്നു. കുട്ടികളെ, എന്നെ എൻ്റെ വീടായ പരമധാമത്തിൽ എൻ്റെ സത്യസ്വരൂപത്തിൽ ജ്യോതിബിന്ദു രൂപത്തിൽ ഓർക്കുന്നതിലൂടെ മാത്രം മനുഷ്യാത്മാക്കൾക്ക് പാവനമാകാൻ സാധിക്കുന്നു. ഈശ്വരൻ എൻ്റെ അച്ഛനാണ്, സർവവ്യാപിയല്ല. ഇതെനിക്ക് നിശ്ചയമുണ്ട്. ഇത് ഞാൻ മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നു. ഞാൻ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഈശ്വരനെ കണ്ടുമുട്ടിയിരുന്നു. ആ ഈശ്വരൻ ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ രഥത്തിൽ വന്ന് എനിക്ക് സ്വർഗത്തിൻ്റെ സമ്പത്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്വർഗത്തിലായിരുന്നു. പിന്നീട് 84 ജന്മത്തിൻ്റെ ചക്രം കറങ്ങി നരകത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. 5 വികാരങ്ങളാണ് സർവവ്യാപി. 5 വികാരങ്ങളുള്ളത് കാരണം ഞാനും ദുഃഖിതനായി. ഈശ്വരൻ അച്ഛനും ടീച്ചറും സദ്ഗുരുവുമാണ്. ബാബ വന്ന് ഭക്തിയിൽ നിന്നും മോചിപ്പിച്ച് ജ്ഞാനം നൽകുന്നു. ഞാൻ ശരീരം, മനസ്സ്, ധനം മുതലായവ ഉപയോഗിച്ച് രാജധാനി നേടുകയാണ്. ബാബയും ജ്ഞാനവും നമ്മുടെ പുരുഷാർത്ഥവും ഗുപ്തമാണ്. മിണ്ടാതിരുന്ന് നടക്കുന്നതിലും കറങ്ങുന്നതിലും സഹജമായി ബാബയെ ഓർമ്മിക്കുന്നു. ബുദ്ധിയിൽ സൃഷ്ടിചക്രം കറക്കുന്നു. ബാബ പുതിയ ലോകം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഓർമ്മിക്കുകയാണെങ്കിൽ പാപമില്ലാതാകുന്നു. ഈ അന്തിമ ജന്മത്തിൽ ഞാൻ കേവലം പവിത്രമാകുന്നു. ഈ പഴയ ലോകം മറക്കാനും പുതിയ ലോകത്തേക്ക് പോകാനും, പഴയ ലോകത്തെ കണ്ടിട്ടും കാണാതിരിക്കുന്നു. അനേക അധർമ്മങ്ങളെ വിനാശം ചെയ്ത് ഒരു സത്യധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നതിന് വേണ്ടി ബാബ വന്നിരിക്കുകയാണ്. എനിക്ക് രാജ്യഭാഗ്യം നൽകി വാനപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോകുന്നു. ബാബ പുനർജന്മത്തിൽ വരുന്നില്ല. ഞാൻ സ്വയത്തെ ചെറിയ ബിന്ദു ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അച്ഛനും ചെറുതായിരിക്കുമല്ലോ. ബാബ പുനർജന്മത്തിൽ വരുന്നില്ല. ബാബയുടെ ഓർമ്മയിലൂടെ ഞാൻ പവിത്രമായി മാറി പവിത്ര ലോകത്തിൻ്റെ അധികാരിയായി മാറുമെങ്കിൽ ഓർമ്മിക്കാതിരിക്കുന്നതെങ്ങനെ? പരസ്പരം ഓർമ്മിപ്പിക്കണം. ബാബയും ജ്ഞാനവും ഗുപ്തമാണെന്നതുപോലെ പുരുഷാർത്ഥവും ഗുപ്തമായിരിക്കണം. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഞാൻ ശാന്തമായി ബാബയെ ഓർമ്മിക്കുന്നു. പഴയ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നും മമത്വമില്ലാതാകണം. കണ്ടിട്ടും കാണാതിരിക്കണം. ബുദ്ധി പുതിയ ലോകത്തേക്കായിരിക്കണം. ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു.
ഇന്നത്തെ വരദാനമാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷതയെ സ്വാഭാവിക സ്വഭാവമാക്കുന്ന സഹജ പുരുഷാർത്ഥിയായി ഭവിക്കൂ. സാധാരണമായതോ മായാവി സ്വഭാവമോ ബ്രാഹ്മണരുടെ സ്വഭാവമല്ല. കേവലം സ്മൃതി സ്വരൂപമാകുന്നു. അതായത് ഞാൻ വിശേഷാത്മാവാണ്. ഇത് സ്വാഭാവികമാക്കുമ്പോൾ ബാബയ്ക്ക് സമാനമാകുക സഹജമാകുന്നു. സ്മൃതി സ്വരൂപമാകുന്നതിനോടൊപ്പം ശക്തിശാലി സ്വരൂപമായി മാറുന്നു. ഇതാണ് സഹജമായ പുരുഷാർത്ഥം. പവിത്രതയുടെയും ശാന്തിയുടെയും ലൈറ്റ് 4 ഭാഗത്തും പരത്തുന്നവർ തന്നെയാണ് ലൈറ്റ് ഹൗസ്. ഓം ശാന്തി.